അപ്പം വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇമ്പോസ്റ്റർ ചാലഞ്ച്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. എല്ലാരും കുറച്ചുകളായി ഈ സംഭവം ഇറങ്ങിയിട്ട് റീലിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇപ്പൊ കാണാനല്ലേ. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പം ഈ ഗെയിമിനെ കുറിച്ച് ആഷിക്ക് പറഞ്ഞു തരും. ഇതിന്റെ പേരാണ് ഇമ്പോസ്റ്റർ ഗെയിം അഥവാ വ്യാജൻ ഗെയിം. വ്യാജൻ ഗെയിം അല്ല, സോറി, വ്യാജൻ. അത് ഇതിനകത്ത് വ്യാജന കണ്ടുപിടിക്കുക, അതാണ് പരിപാടി. ഇതിനകത്ത് എന്തെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലും ഒരു സാധനം ആയിരിക്കും ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഒരു കാര്യം, ഇത് നമ്മളെ എഴുതിയേക്കുന്നത് നമ്മളൊന്നും അല്ല കേട്ടോ, പാറുവാണ്. ഞങ്ങള് കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല ഇതെന്താ എന്തൊക്കെ എഴുതി വെച്ചത്. 7 റൗണ്ട് ഉണ്ട് ഇത് കേട്ടാ. 7 റൗണ്ടിനകത്താണ് ഇത് കളി തീരുന്നത്. ഇതിനകത്ത് ആദ്യമേ ഓരോ റൗണ്ട് വെച്ച് ഇതിനകത്ത് 3 പേരും ഓരോ പേപ്പർ വെച്ച് എടുക്കും. അതിനകത്ത് ഒരു ഇമ്പോസ്റ്റർ കാണും. ഇതിനകത്ത് ഒരു ഇമ്പോസ്റ്റർ കാണും. ആ ഇമ്പോസ്റ്റർ ആരാന്ന് കണ്ടുപിടിക്കണം. ഇതിനെ സംബന്ധിച്ച് ഇപ്പം ബൈക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതി ചെയ്യുന്നത്. ഇപ്പം ബൈക്ക് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല, ആർക്കും അത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് പറയുന്ന ആളാണ് ഇമ്പോസ്റ്റർ. ആൾക്ക് ആ വേർഡ് കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിനകത്ത് വേർഡ് ഡയറക്റ്റ് പറഞ്ഞൂടാ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. ഇപ്പൊ ബൈക്കാണെങ്കിൽ സംസാരിക്കാൻ കണ്ടുപിടിക്കണം. ഇപ്പൊ ബൈക്കാണെങ്കിൽ വീല്, ചെയിന്, എഞ്ചിനെന്ന് പറയുമ്പോ ഒട്ടുമിക്ക മനസ്സിലാവും. അപ്പൊ അതുമായിട്ടുള്ള സാധനങ്ങള് നമ്മളായുള്ള വലിയ സാധനങ്ങൾ പറയണം. അതായത് ഇതില് 3 പേര് 3 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇമ്പോസ്റ്റർ കാണും. അതിന് ബാക്കി 2 പേർക്ക് സെയിം വേർഡ് ആയിരിക്കും. അപ്പൊ അവർ 2 പേരും ആ വേർഡ് ഇൻഡയറക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഓരോ ഐഡിയാസ്, ക്ലൂ ഉണ്ടല്ലോ, ക്ലൂ ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ നടുക്കിരിക്കുന്ന ആൾക്ക് എന്തായാലും ഒന്നും കിട്ടത്തില്ല, ഇമ്പോസ്റ്റർ മാത്രമായിരിക്കും. അപ്പൊ എന്തോ ഇവര് പറയുന്നത് മനസ്സിലാ. അപ്പൊ 3 റൗണ്ട് കഴിഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ അടിച്ച് വെളിയിലാക്കി 3 റൗണ്ട് വെച്ച് പോകും. എന്തായാലും തൂക്കും നമ്മളെ. അപ്പം ആരായാലും തൂക്കും. അപ്പൊ നമുക്ക് കളിയിലോട്ട് പോയാൽ ഞങ്ങൾ കളിച്ചിട്ടില്ല കേട്ടോ അതിന് മുമ്പ് ഈ സാധനം. ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് കുറെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾ ചെയ്ത് നോക്കാം, അങ്ങനത്തെ രീതിയിലുള്ള ഇതിലാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലോട്ട് പോയല്ലേ. ഫസ്റ്റ് റൗണ്ട് ആരാദ്യം എടുത്ത് കുലുക്കിയിടുന്നു? ഇങ്ങനെ പോവാ. ഞാൻ കുലിക്കാം. അവിടുന്ന് എടുത്തു. കറങ്ങ് അത് ഞാനാ പറഞ്ഞ ഉരുള് കറങ്ങ്. ആകാശത്തുണ്ട് പറക്കും. അല്ലെങ്കിൽ ഞാനും പറഞ്ഞു ആകാശത്തൂടെ പോകുന്നു. ആൾക്കാർക്കൊക്കെ ഇരുന്ന് പോവാ. ഇങ്ങനെ ഓരോ സാധനങ്ങള് ഇത് പറയാൻ പാടില്ല. എന്തോ കൊറേ പേര് കൂടുമ്പോഴും ഉണ്ട് സാധനങ്ങൾ. ഈ സാധനം കൊറേ പേര് അടിക്കാൻ പറ്റും. അടിക്കാൻ പറ്റില്ല. നമുക്ക് ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിച്ചാല് 1 2 3 സ്റ്റാർട്ട്. പ്ലെയിനാണ്. ആ പ്ലെയിൻ അതാ പറഞ്ഞ ആൾക്കാർ ഇരുന്നൊക്കെ പോകും. കിട്ടി ആളെ കിട്ടി. നിങ്ങൾക്കറിയായിരുന്ന ഞാനായിരുന്നു. തോറ്റിരിക്കുന്നു. ഇവർക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സംഭവം കൊള്ളാല്ലേ? ഇൻട്രസ്റ്റിംഗ് ഉണ്ടല്ലേ? ഞാൻ മറ്റേ ലെതർ വെച്ച് ഉണ്ടാക്കും, അകത്ത് കുറച്ച് കാറ്റാന്ന് പറയാൻ വേണ്ടി. സെക്കൻഡ് റൗണ്ട് പിച്ചു തന്നെ
പോസ്റ്റ് കിട്ടുന്ന അതിന്റെ പഴയ പോസ്റ്റ് കേട്ടാ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനാണ് അപ്പൊ പറഞ്ഞത്. ഞാൻ ഹൈജി ഭയങ്കര കയ്യിലാണ് നീലയാ പറ. വേണ്ടപ്പെട്ടൊരു സാധനമാണ്. അതാ ആഴ്ച ഒരു വട്ടം 2 വട്ടം യൂസ് ചെയ്യും. പക്ഷെ ഒരെണ്ണം ബാക്കി വരൂടാ. എനിക്ക് പരസ്യം കിട്ടും. 99% ഇത് വൃത്തിയാവും. തുടക്കട്ടെ. നമുക്ക് ഇമ്പോസ്റ്ററിനെ പറഞ്ഞേരാ. 1 2 3 ആർപ്പിക്കല്ലേ എനിക്ക് മനസ്സിലായി. ഇത് സംഭവിച്ച കഴിവാ ഉപയോഗിക്കുന്ന അപ്പം ഇതില് ജയിച്ചിട്ടായിരുന്നു ഇമ്പോസ്റ്റർ. ജയിച്ചിട്ട് ഞങ്ങള് ഭീകരമായി പിടികൂടിയിരിക്കുന്നു. പക്ഷെ ഇവന്മാര് ആർപ്പിക്കാന്ന് അവൻ ബ്ലൂ എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ മനസ്സിലായ അങ്ങനത്തെ ജയിച്ചിട്ടാണ് ഇത് കഴിഞ്ഞ് കളിപ്പിക്കുക 3 റൗണ്ട് ഇതാക്കണം. അവരൊക്കെ പറയുന്നില്ല. എന്തോ ഭയങ്കര വഴി ആർന്നിരിക്കുന്ന സാധനം. നീന്തും ഒഴുകിപ്പോ എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോ തെങ്ങ് കുപ്പിയില് എല്ലായിടത്തും കിട്ടും. എല്ലാരും എല്ലാ വീട്ടിലും ഉപയോഗിക്കുന്നു. വെള്ള കളറാ. വീട്ടിൽ വേണ്ട ഒരു സാധനമാണ്. ഒരു അടുക്കളയിൽ ആവശ്യമുള്ള സാധനമാണ്. ആരും കുടിക്കാൻ അത്ര ഇഷ്ടപ്പെടത്തില്ല. പറ. തണുപ്പാ. നമുക്ക് ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിച്ചാലേ. എടി 1 തുപ്പണ്ടേ? 1 2 3 തണുപ്പ് എന്നൊക്കെയാ തണുപ്പ്. അതല്ല എന്തുദ്ദേശിച്ച നീ എന്തുദ്ദേശിച്ചേ? ഇത് കേട്ട ബന്ധു നിനക്കെന്തായിരുന്നു മനസ്സിലാക്കുന്നത്? ആദ്യത്തെ വഴിവഴക്കാന്ന് പറഞ്ഞപ്പോ മീനല്ലോ. തെങ്ങൊന്നും എന്റെ രീതിയിൽ ഉദ്ദേശിക്കല്ലേ. തെങ്ങിനെ എണ്ണയോ? പക്ഷെ നമുക്ക് മനസ്സിലായി നീ എന്തായാലും ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. കൊള്ളാം. ഫ്രീ പാർവതി കൊള്ളാല്ലേ? ഞാൻ എടുക്കട്ടെ. ഇതിപ്പം എത്രാമത്തെ റൗണ്ടാ? 4ാമത്തെ റൗണ്ട്. 3 റൗണ്ടിലും അപ്പൊ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ 3 റൗണ്ടിലും ഓരോരുത്തരെ 3 പേരും എടുത്ത് 3 റൗണ്ട് കഴിഞ്ഞതോടെ 3 പേര് ഇമ്പോസ്റ്റർ ആയിട്ടുണ്ട്. 3 പേർക്ക് ഈക്വൽ പോയിന്റ്സ് ആണ്. ആരാ എടുത്ത ആദ്യം? അല്ല നീയല്ലേ പറഞ്ഞല്ലോ. അല്ല നീയല്ലേ എടുത്ത? വലുതാ.
ചിലവര് അതിനകത്ത് ഗാനഗന്ധർവന. ആ ചിലവര് 3-4 വട്ടമൊക്കെ കയറും. വെള്ളമുണ്ട്. രാവിലെ എന്തായാലും എല്ലാരും ചെല്ലും അതിനകത്ത്. ഇത് പറഞ്ഞില്ലല്ലോ. പ്രായമായിട്ടുള്ളവരൊക്കെ നോക്കിയും കണ്ടൊക്കെ കേർത്തു. ബക്കറ്റുണ്ട്, കപ്പുണ്ട്. കണ്ട് പോയില്ലാകുമ്പോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഭയങ്കര പാടാ. ചിലവർക്ക് ഭയങ്കര കംഫർട്ട്സ് ആണ്, ഭയങ്കര കൊറേ സമയം അവിടെ. നമുക്ക് ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിച്ചാല് 1 2 3 സ്റ്റാർട്ട്. അവന് കിട്ടി. പക്ഷേ നീ കുളിക്ക എല്ലാരും പാട്ടാണെന്നറിയില്ലേ, അപ്പഴേ അവന് കിട്ടി. അവനപ്പഴേ സംഭവം കിട്ടി. നീ ആ പണ്ടത്തെ അവിടെ ഞാൻ ഇവരെ കണ്ടെനിക്ക് ആലോചിച്ചു. എനിക്ക് കൺഫ്യൂഷൻ ഇവൻ പറഞ്ഞ ഞാൻ അതിന് സോപ്പ് ഉണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി പോരാ. അതായത് ഇവനാന്ന് വെച്ചാൽ ആദ്യമേ വലുതാണ്, അത്ര മാത്രമേ പറഞ്ഞു വലുത്. ഇയാള് ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞ വലുത്. ആ വേറെ എന്തെങ്കിലും ഓമാക്കി ഇടുന്ന കണ്ടുപിടിക്കും. ഇവ അങ്ങനെ ഇതിപ്പോ ഞാനല്ലേ തോറ്റത്. ഞാൻ വ്യാജ 916 വ്യാജ. അപ്പൊ 5th റൗണ്ട്. അപ്പൊ നീ തന്നെ ഇതെന്തുണ്ടോ ഇതും ഉള്ളതാണ്. 5th റൗണ്ട് 5 6 8 റൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ പോടാ. ഇപ്പൊ 4 6 7 അഞ്ചാമത്തെ റൗണ്ട് 5th റൗണ്ട്. അപ്പൊ 5th റൗണ്ട് കമോൺ അഷിക്. ഇമ്പോസ്റ്റർ ആയിട്ട് ജയിച്ച അഷിക്. ചരിത്രം തിരുത്തി കുറച്ച് ആഷിക്. അങ്ങനെയൊന്നുമില്ല. എത്ര പേരുണ്ട്? ഇല്ല ഇവിടെ നിന്നെ പൊട്ടാ. അല്ല നീയാ പറയണ്ട, അവനല്ലേ നേരത്തെ. ഉപയോഗിക്കുന്ന സാധനം എല്ലാ ഡെയിലി ആവശ്യമുള്ള സ്ഥിരമായിട്ട് എല്ലാവർക്കും. ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. അതിന്റെ ചെറുതും വലുതും ഉണ്ട്. എല്ലായിടത്തും എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. പറയാ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പണ്ട്. അതായത് കെമിക്കലോ കാര്യങ്ങളൊന്നുമില്ല, നാച്ചുറൽ, എല്ലാം നാച്ചുറലാണ്. എല്ലാരും ഇഷ്ടപ്പെടുന്നൊരു കളറാണ്. അതിനകത്ത് എന്തെങ്കിലും കിടന്നോ ഭയങ്കര സീനും പെട്ടെന്ന് അറിയാൻ പറ്റും. വെള്ള മുഖത്തൊക്കെ ഇടുന്നു. പക്ഷെ ഈ നാല് 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല. അപ്പൊ ഇമ്പോസ്റ്റർ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് സംഭവം?
അതുകൊണ്ട് എല്ലാരും മെഡിക്കൽ സ്റ്റോറിൽ പോയി പാലാണ്. അയ്യോ, ആ, വെജിറ്റേറിയൻ പോയി വലിയ അളവിൽ ചെറിയ അളവിൽ കിട്ടും. ഞാൻ ഫേസ് വാഷ് ആണെന്നോ വിചാരിച്ചേ. വെള്ള കളർ. ഈ ഡെയിലി ഉപയോഗിക്കും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ഇതൊട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടാ. കസ്തൻ പക്ഷെ ഇതാണാ പാലാന്നാ നേരത്തെ വിചാരിച്ച. പറ്റില്ല, അത് ആദ്യം ഒരെണ്ണം പറഞ്ഞില്ലേ. വഴുവഴുപ്പാ. ആ, ആദ്യം പാലാന്നാ വിചാരിച്ചത്. എണ്ണ. ഇല്ല, കവറ് തെറ്റി പൊട്ടിച്ചു. അപ്പം ഇതിൽ ഞാൻ തൊട്ടിരിക്കുന്നു. അപ്പം ഇപ്പൊ എത്രാമത്തെ? അതല്ലേ കൊറേ ആയി. തോൽവി എന്ന് അപ്പം, പറയുന്നത് വിജയത്തിന്റെ മുന്നോടി. പക്ഷെ കളി ചെയ്തേറെ. ഒന്നിൽ നിന്നാണല്ലോ എല്ലാരും ജയിച്ചു വരിക. അപ്പൊ ഇനിയുണ്ട് തീർന്ന്. ഇനി എനിക്കറിയാവും കേട്ടാ. സിക്സ്ത് റൗണ്ട്. ആര് ഞാൻ രണ്ടെണ്ണം എല്ലായിടത്തും ഉണ്ട്. നീയാണോ? പാടെ ചില സമയം ചില വേണോ തണുപ്പിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടും. പറ, ആരാ ആശിക്കാണ്? പാടായിട്ട് വാക്കാം, അതുകൊണ്ടാണ്. നീ ഇത് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് ആയി പോകും. ഞാൻ കണ്ടു. അതല്ലേ ഇത് സീൻ എന്ന് പറയുന്നത്. പറ. ഒന്നും അതിനെ പറ്റി ഒന്നും സംസാരിക്കാനൊന്നും ഇല്ല. ഈ ചെറിയൊരു സാധനമാണ് അല്ലേ, പെട്ടെന്ന് തീർന്നു. ഒന്നുമില്ല വേറെ പറയാൻ. പറ, നീയാ. എന്തോ പറയുന്നത്. ആ, എല്ലായിടത്തും കൊണ്ടുപോകാനൊക്കെ പറ്റും. എന്തോ പറയൂല, അതാ വലിയ പക്ഷെ ഒത്തിരി വലിഞ്ഞാൽ ഇതായിപ്പോ. ഷൂസ് ഇടാനൊക്കെ നല്ലതാണ്. പക്ഷെ പോയിട്ട് വരുമ്പോ എന്തായാലും വെയിലത്തിലാവും. മതിയല്ലോ, ബസ്സിന്റെ കണ്ടുപിടിച്ചാൽ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ ഷൂസ് എടുത്ത സാധനം പ്രോപ്പർ ആയിട്ട് എനിക്ക് എന്നിട്ട് എല്ലാത്തിനും ചെറിയ ഞാൻ തപ്പി തപ്പി പോവാ. എന്തോ പറയും, പിടിച്ചിന്ന് പൊരുതി തോറ്റു, പൊരുതി. പക്ഷെ തുടക്കമേ മനസ്സിലായി നീ. അത് മനസ്സിലായി. എന്റെ ലാഗിലാണ് എപ്പോഴും കൂടെ കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞു. കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം 7ാമത്തെ റൗണ്ട്, ലാസ്റ്റ് റൗണ്ട് വേണം. ലാസ്റ്റ് റൗണ്ട് ആക്കാം. പല കളറേ കിട്ടും. ഇനിയിപ്പോ ട്രാൻസ്പെറന്റ് ആണെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ അവിടെ കാണാൻ പറ്റും. വീട്ടിലൊക്കെ ഉള്ളതാണ്. പല പല സൈസിലുണ്ട്. അതിന്റെ വലുതും ചെറുതും ഉണ്ട്. അടപ്പുണ്ട് ചിലതിന്. കവറിലൊക്കെ വരുന്ന
ചിലരെ ഇതൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാ കൊല്ലും. അമ്മയൊക്കെ അടിച്ച് നോക്കും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാ. പെട്ടെന്ന് പൊട്ടിയും പോവും. വലിയ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഫ്ലെക്സിബിൾ അല്ലേ ഇല്ല, ചിലരൊക്കെ ഉള്ളു അങ്ങനെ ക്വാളിറ്റി ഉള്ളത്. റിഫ്ലക്ഷൻ കാണാൻ പറ്റും. ഇല്ലടാ, വലിയ സ്പേസ് അല്ല, വലിയ സ്പേസ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റും. വലിയ സ്പേസ് ഉള്ളതുകൊണ്ട് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം അല്ലേ? കഴിഞ്ഞ ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ചായ സ്വന്തമായിട്ട് പറയുന്നോ അതോ കീഴടങ്ങുന്നോ അതോ എത്ര സാധനം സാധനം ബക്കറ്റ് കുറച്ചുകൂടെ അപ്പം കളിയിലെ ജയിച്ചിരിക്കുന്നത് നമ്മളെ കളിയിലെ ഫൈനൽ. അതെ, അപ്പം 7 റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. 7 റൗണ്ടിൽ തോറ്റാനായിരിക്കും. അതില് 6 റൗണ്ടും ജയിച്ചു നിൽക്കുന്നത് ആഷിഖ്. 6 റൗണ്ടോടെ മുന്നിൽ, 2ാം സ്ഥാനം. 5 റൗണ്ടോടെ ഞാൻ, 4 റൗണ്ടോടെ 4 റൗണ്ടോടെ 1ാം സ്ഥാനം. അതായത് താഴെ നിന്ന് മണ്ടയിലോട്ട് നോക്കുമ്പോ 1ാം സ്ഥാനം. ഇത് പറ്റിയതാരെ പോലെ താഴെ മണ്ടയിലോട്ട് നോക്കുമ്പോ 1ാം സ്ഥാനം. ഇപ്പോഴൊരു സുഖമല്ലേടാ. അതെ അതെ അതെ. എപ്പോഴും തോറ്റത് നമ്മൾ തോൽവിയിൽ നിന്നാണ് നമ്മൾ ജയത്തിലോട്ട് ഉള്ള പടി കണ്ടെത്തുന്നത്. അപ്പൊ നമ്മൾ ഈ ചാനലിൽ കിടക്കുന്ന ചാലഞ്ച് എന്താ നോക്കണം? ഈ ചാനലിൽ കിടക്കുന്ന ചാലഞ്ച് അതിലെല്ലാം നമ്മൾ തോറ്റിട്ട്. തോറ്റാലേ ജയിക്കും. അതെ അതെ അതെ. ജയിച്ചാലേ നമ്മള് തോക്കത്തെ ഉള്ളൂ. നമ്മൾ ആദ്യം തോറ്റ് പഠിക്കണം, എങ്കിലും നമുക്ക് ജയിക്കാനുള്ള ഒരു കഴിവ് കിട്ടും. അല്ല, എപ്പോഴും ജയിച്ചത് ശരിയാ, ആരും മനസ്സിലാക്കുന്നത്. തോറ്റാലേ നമ്മൾ ജയിക്കാൻ തോൽവി. അപ്പം നമ്മൾ നമ്മുടെ ചാലഞ്ച് ചെറിയ വീഡിയോ, അത് കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു ചാലഞ്ച്. നമ്മത്തെ കാര്യം ഇപ്പം എല്ലാരും അവരുടേതായിട്ടുള്ള കുറച്ച് പരിപാടിയിലൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു സമയം കിട്ടാൻ ഭയങ്കര പാടാണ്. സൺഡേ വല്ലതും കിട്ടണം. അതും ചിലപ്പോ ഇവനും ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നിട്ട് വീഡിയോ എടുക്കുന്നതും. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഡിലേ ആവുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾക്ക് നോക്കാം, സെറ്റ് ചെയ്തെടുക്കാം. ചാലഞ്ച്, ഇങ്ങനത്തെ ചാലഞ്ച് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് സാധനം. നമുക്ക് ഇഷ്ടപ്പെട്ടത്. കുറെ പേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞു വരുമ്പോ വേറെ എന്തെങ്കിലും 3 പേരുള്ള നമുക്ക് പാടായിരിക്കും. തോനെ ആൾക്കാരുണ്ടാവും. രസമായിരിക്കും. അപ്പൊ നിങ്ങളും കൂടെ വീട്ടിലേക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കല്ലേ. എന്നിട്ട് അഭിപ്രായം കമന്റ് ഈ ട്രെൻഡ് ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ തോന്നുന്നു നമ്മൾ ലേറ്റ് ആണ്. പക്ഷെ കൊള്ളാം. നമുക്ക് നമ്മളെ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തു. നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്ത് നോക്കിയ ഇമ്പോസ്റ്റർ ചലഞ്ച് അതായിരുന്നു ഗെയിമിന്റെ പേര്. അല്ല രാജനല്ല വേറെന്തോ പേരുണ്ടോ? ഇമ്പോസ്റ്ററിന്റെ മലയാളം എന്താണ് ഗൈസ്? വ്യാജനം നല്ലതാണെന്ന് തോന്നുന്നു. വ്യാജനല്ലെങ്കിൽ ക്ഷമിക്കുക. മലയാളം വായിക്കുകയാണെങ്കിൽ എത്ര നീ അതാണ് വ്യാജൻ. എന്റെ അടുത്ത് ഇവനാ പറഞ്ഞത്. അപ്പൊ പിന്നെ തെറ്റില്ല. സോറിടാ ഇവനെ ഇപ്പൊ ആദ്യമേ ഇവനാ പറഞ്ഞത്. ഓക്കെ, ഞാൻ എനിക്ക് അറിയാത്തോണ്ട് ഇവന്റെ അടുത്ത് ചോദിച്ചു. നോക്കുകയാണ് വ്യാജകൻ. വ്യാജകൻ എന്തോ? അപ്പൊ നമ്മള് തുടക്കം വ്യാജകൻ.
അപ്പൊ guys കുഴപ്പമില്ല. അവരുടെ അടുത്ത് ഏതാണ്ട് നമുക്ക് വഞ്ചകം തെറ്റിട്ട് വ്യാജനം നമുക്ക് മേലെ എഴുതാൻ പറയാം. എല്ലാം ഏതാണ്ടൊക്കെ ഒരു സംഭവം. ഇവിടെ എല്ലാം അത് നേരത്തെ കൊടുക്കണം കേട്ടോ. വഞ്ചകനം എന്ന് പറയുന്നത് ചതിക്കുന്നതാണ്. വ്യാജനം എന്ന് പറയുന്ന വ്യാജമാ. അപ്പൊ ഒരു ഫേക്ക് ആണ്. രണ്ടൊരു അർത്ഥമൊക്കെയാന്ന് Cheating, fake. That's all. അപ്പം ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത നല്ലൊരു ചലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ഉടനെ തന്നെ അല്ലേ? അതെ. അപ്പം ഇത്ര നേരം നിങ്ങളുടെ വീഡിയോ കണ്ട് സഹിച്ച് സഹിച്ച് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. വെറുത്തിരുന്ന് എന്താണ് ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പറഞ്ഞോട്ടെ മടുപ്പ് തോന്നിയത്. അതെ. മടുപ്പ് തോന്നിയവർക്ക് പക്ഷെ കൊള്ളാം, സംഭവം കൊള്ളാം. നിങ്ങളിന്ന് കളിച്ചു നോക്കുമ്പോ അതിന് മൂടി കയറുമ്പോഴത്തേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞ. അതെ അതെ. അപ്പം ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. അതുവരെ ബൈ. അപ്പൊ ബൈ വരണം കേട്ടോ.